ഞാൻ ജയമതി വേറൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇന്ന് ജൂൺ 12 ലോക ബാലവേല വിരുദ്ധ ദിനമാണ്. പലരും കേട്ടിട്ടുണ്ടായിരിക്കും ലോക ബാലവേല വിരുദ്ധ ദിനം. ഒന്നുമില്ലെങ്കിൽ ബാലവേല എന്നെങ്കിലും നമ്മൾ പലരും കേട്ടിട്ടുള്ളതോ നമ്മൾ പറഞ്ഞ് ചിരിക്കുകയോ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പണ്ട് കാലത്ത് ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ കുട്ടികളെ കൃഷിസ്ഥലങ്ങളിൽ കൃഷി ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിരുന്നു. കള പറിക്കുന്നതിനോ അവിടെ സാധനങ്ങൾ ചുമന്ന് കൊണ്ടുവരുന്നതിനൊക്കെ കുട്ടികളെ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ള പല ചിത്രങ്ങളും കുട്ടികൾ ഇഷ്ടിക ചുമന്ന് കൊണ്ടുവരുന്നത്, കുട്ടികൾ വെള്ളം കോരി കൊണ്ടുവരുന്ന തലയിലൊക്കെ വെച്ച് വലിയ കുടങ്ങളിൽ വെള്ളം കോരി കൊണ്ടുവരുന്ന രംഗം, കുട്ടികൾ പാറ പൊട്ടിക്കുന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ഇതൊക്കെ നമ്മൾക്ക് ശരിക്കും വിഷമം തോന്നിപ്പിക്കുന്ന ചിത്രങ്ങളാണ്. ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇതിൻ്റെ പിന്നിൽ ചരിത്രം എന്ന് പറയുമ്പോൾ. ഇതുപോലെ കുട്ടികളെ വലിയ ആൾക്കാർ, അത് മുതിർന്ന ആൾക്കാർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട്, ഉദാഹരണത്തിന് ചിമ്മിനികൾ ക്ലീൻ ചെയ്യുന്നതിന് വലിയ ആളിന് കയറി ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നമുക്ക് ഏറ്റവും പറയുന്നത് വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാൻ വലിയ ആൾ ഇറങ്ങുന്നതിന് ഓരോ കുട്ടിയെ കൊണ്ടാണ് പലരും ക്ലീൻ ചെയ്യിപ്പിക്കുന്നത്. അതല്ല പറഞ്ഞതേ ഉള്ളൂ. എങ്കിലും ഇതുപോലെ ചിമ്മിനികൾ വൃത്തിയാക്കിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന വലിയ മെഷീൻസിൻ്റെ ഇടയിൽ വലിയ ആൾക്കാർക്ക് എത്താൻ പറ്റാത്ത സ്ഥലത്ത് കുട്ടികളെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുപോലെ മൈൻസിൽ ഖനനം ചെയ്യുന്ന സ്ഥലങ്ങൾ, വലിയ ആൾക്കാർക്ക് എത്താൻ പറ്റാത്ത സ്ഥലങ്ങൾ കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കും. ഇങ്ങനെ വളരെ വേദനാജനകമായ ഒരു ചരിത്രം ഇതിൻ്റെ പിന്നിലുണ്ട്. അങ്ങനെ ഒത്തിരി കുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും അംഗവൈകല്യം സംഭവിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് 2002 ILO എന്ന് പറയുന്ന സംഘടന, അതായത് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സംഘടന ലോക ബാലവേല വിരുദ്ധ ദിനം എന്ന ഒരു ആശയം മുന്നിലോട്ട് വെച്ചത്. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ, ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് കുട്ടികളുടെ ബാല്യം സംരക്ഷിക്കുക. ബാല്യം എന്ന് പറയുമ്പോൾ അവർക്ക് സ്വപ്നം കാണാനും അവർക്ക് കളിക്കാനും ചിരിക്കാനും ഒക്കെയുള്ള സമയമാണ്. അതായത് നാളെ അവരുടെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം സംഭരിക്കാനും ശേഖരിക്കാനും ആശയപരമായും ബൗദ്ധികപരമായും എല്ലാം നേടാനുള്ള സമയമാണ് ഇവരുടെ ബാല്യം എന്ന് പറയുന്നത്. അപ്പം ബാല്യം സംരക്ഷിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം. കുട്ടികളുടെ സ്ഥലം എന്ന് പറയുന്നത് ഒരിക്കലും തൊഴിലിടങ്ങളായിരിക്കരുത്, അവർ വിദ്യ അഭ്യസിക്കുന്ന സ്ഥലങ്ങളിലായിരിക്കണം, അതായത് അല്ലെങ്കിൽ വിദ്യാലയങ്ങളിലായിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ മുഖ്യമായ ആശയം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ഒരു അവയർനെസ് ഉണ്ടാക്കുക, നമ്മുടെ സമൂഹത്തിൽ ഒരു അവബോധമുണ്ടാക്കുക. കുട്ടികൾ നേരിടുന്ന കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അവരുടെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന കഠിനമായ ജോലികൾ ചെയ്യിപ്പിക്കുക, അവരെ മിസ്യൂസ് ചെയ്യുന്ന, അവരെ ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യം, ഇതൊക്കെ സമൂഹത്തിന് ഒരു ബോധം ഉണ്ടായിരിക്കണം. ഇപ്പം ലൈംഗികമായ ചൂഷണങ്ങൾക്ക് വിധേയരാകുന്ന ഒത്തിരി കുട്ടികളുണ്ട്. ലൈംഗികമായ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട്. ഇപ്പോൾ കൗൺസിലിങ്ങിൻ്റെ പോയാലും ഫാമിലിയിലെ പ്രശ്നങ്ങൾ നോക്കി ഇതിൻ്റെ എല്ലാം പിന്നിൽ ചികഞ്ഞ് പോകുമ്പോൾ കുട്ടിക്ക് ബാല്യകാലത്തിൽ കുട്ടിക്കുണ്ടായ എന്തെങ്കിലും ലൈംഗികമായ ഒരു ചൂഷണത്തിൻ്റെ പേരിലായിരിക്കും കുട്ടിയുടെ ജീവിതത്തിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം. അതുപോലെ ഇപ്പോൾ മയക്കുമരുന്നിൻ്റെ മാഫിയകൾ ഏറ്റവും പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്നത് കുട്ടികളെയാണ്. അപ്പം കുട്ടികളാകുമ്പോൾ കൗതുകത്തോടു കൂടെ എന്ത് കണ്ടാലും രുചിച്ച് നോക്കാനും അനുഭവിച്ചറിയാനും ഒക്കെ ഉള്ള ഒരു ആകാംക്ഷയിൽ അവരിതിൻ്റെ എല്ലാം പുറകെ ഓടും. അപ്പോൾ അത് മുതലെടുക്കുന്നതെല്ലാം ഈ മയക്കുമരുന്നിൻ്റെ മാഫിയകളാണ്. അപ്പോൾ ഇതിനെതിരെ എല്ലാ പൊതുസമൂഹത്തിന് ഒരു അവബോധം, അതായത് നല്ല പൗരന്മാർ, നല്ലൊരു നാളെ സ്വപ്നം കാണുന്നവരായിരിക്കണം ഓരോ മനുഷ്യരും. അല്ലാതെ തൻ്റെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഒരു കുട്ടികളെ ഉപയോഗിക്കുന്നത് ഒരിക്കലും മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു കാര്യം തന്നെയാണ്. പിന്നെ അടുത്ത് പറയേണ്ടതെന്ന് പറയുന്നത് ദാരിദ്ര്യം. കുട്ടികൾക്കെന്ന് പറയുമ്പോൾ അവർക്ക് നല്ല ആഹാരം കഴിക്കാനുള്ള അവകാശമുണ്ട്, നല്ല വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള അവകാശമുണ്ട്, നല്ല വൃത്തിയുള്ള സ്ഥലങ്ങൾ, ഹൈജീനിക്കായിട്ടുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നതിനുള്ള അവസരം എന്നുള്ള അവകാശമുണ്ട്. ഇതൊക്കെ നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടാൽ നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ അധികാരികളെ അറിയിക്കുകയോ അതിനുള്ള സംവിധാനങ്ങളിൽ നമ്മൾ അറിയിക്കുകയോ ഒക്കെ ചെയ്ത് നമ്മൾ കുട്ടികളെ സംരക്ഷിക്കേണ്ട ഇത് നമ്മൾ ഓരോരുത്തരുടെയും ചുമതലയാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എല്ലാ രാജ്യങ്ങളും സ്വീകരിക്കാറുണ്ട്, പല സംഘടനകളും സ്വീകരിക്കുക. അവരെയൊക്കെ നമ്മൾ കൂടെ അവരുടെ കൂടെ ചേർന്ന് നിന്ന് വേണം വരും തലമുറയെ നമ്മളെ രക്ഷിക്കാൻ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഭരണഘടന പറയുന്നത് 14 വയസ്സിന് താഴെ
പ്രായമുള്ള കുട്ടികളെ കൊണ്ട് കഠിനമായ ജോലികൾ ചെയ്യിപ്പിക്കുന്നത് ശിക്ഷാർഹമാണ്, കുറ്റകരമായ ഒരു കാര്യമാണ്. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ആരെയും, ചിലപ്പോൾ ഹോട്ടലുകളിലൊക്കെ പാത്രം കഴുകുന്ന കൊച്ചു കുട്ടികളായിരിക്കും. ഇതൊക്കെ കണ്ടാൽ നിങ്ങൾ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. അപ്പോഴും തന്നെ നിങ്ങൾ അറിയിക്കേണ്ട സ്ഥലങ്ങളിൽ നിങ്ങൾ അറിയിച്ച് ആ കുട്ടികളെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഇങ്ങനെ ആണ് ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് 2021 ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ബാലവേല നിർമ്മാർജ്ജന വർഷമായി ആചരിച്ചത്. ഒരു വർഷം മുഴുവൻ ഈ ബാലവേലയ്ക്ക്. അപ്പം നമ്മൾ മനസ്സിലാക്കണം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്, ഈ ബാലവേല ഇല്ലാതാക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ബാല്യമെന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ മനോഹരമായ സമയം. ഒരു പൂവ് വിരിഞ്ഞ് മൊട്ടിട്ട് വന്ന്, അതായത് സ്വപ്നങ്ങൾ മൊട്ടിടുന്ന സമയം, അവരുടെ ആഗ്രഹങ്ങൾ മൊട്ടിടുന്ന സമയം, ഈ ബാല്യത്തിൽ തുടങ്ങുന്ന ആഗ്രഹങ്ങളാണല്ലോ അവൻ്റെ ജീവിതത്തിലേക്ക് വഴി നടത്തുന്നത്. അപ്പോൾ അവർക്ക് സ്വപ്നങ്ങൾ കാണാനുള്ള സമയമാണ്, അവർക്ക് കളിക്കാനും ചിരിക്കാനുമുള്ള സമയമാണ്, അവർക്ക് അറിവ് നേടാനുള്ള സമയമാണ്. ഇതൊക്കെ നിഷേധിക്കുന്നത് കണ്ടാൽ നമ്മളതിന് വ്യക്തമായ മറുപടി കിട്ടത്തക്ക രീതിയിൽ വേണ്ട എല്ലാ നടപടികളും എല്ലാ സർക്കാരും സ്വീകരിക്കണം. അതിന് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ അതിന് മുന്നോട്ട് നീങ്ങുകയും വേണം. ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ, ഇപ്പോഴും പല സംഘടനകളും പാർട്ടിക്കാരും ഒക്കെ അത് എതിർക്കുന്നെങ്കിലും നാളത്തെ ഒരു പുതിയ ഒരു കേരളത്തിൻ്റെ തുടക്കമാണ് ഇപ്പോൾ കാണുന്ന ഈ ഓപ്പറേഷൻ തൂഫാൻ. അതിന് എല്ലാവരും വളരെ ശക്തമായിട്ട്, വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിക്കുക. അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ബന്ധുവോ സ്വന്തമോ ഒന്നും നോക്കരുത്. വരും തലമുറ രക്ഷിക്കാൻ എന്തെങ്കിലും ഇങ്ങനെ മയക്കുമരുന്നിൻ്റെ എന്തെങ്കിലും ഒരു ഇത് കണ്ടാൽ നിങ്ങൾ അറിയിക്കേണ്ട സ്ഥലങ്ങളിൽ നിങ്ങൾ അറിയിക്കണം. അപ്പം നമ്മൾ ഒരുമിച്ച് നിന്ന് തന്നെ പോരാടണം. നമ്മളെ കുട്ടികളെ ആരോഗ്യകരമായ ഒരു അന്തരീക്ഷത്തിൽ വളർത്തണം. നല്ല ആരോഗ്യവാന്മാർ, അവരുടെ ആരോഗ്യം കുഞ്ഞിലെ നാളിലെ ക്ഷയിച്ചു പോകരുത്. നല്ല കുട്ടികളായിട്ട് വളരാനായിട്ട് നമ്മളെല്ലാവരെയും, എല്ലാ കുഞ്ഞുങ്ങളെയും നമ്മൾ സഹായിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം. അപ്പോൾ ഇതൊക്കെയാണ് ബാലവേല വിരുദ്ധ ദിനം എന്ന് പറഞ്ഞിട്ട്. ബാലവേല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുട്ടികളോട് പറയാനുള്ളത്, ബാലവേല എന്ന് പറഞ്ഞ് നിങ്ങൾ പേരൻസിനെ പേടിപ്പിക്കാനൊന്നും നിൽക്കണ്ട. കാരണം നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച് നിങ്ങളുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ ജോലികളുണ്ട്. അപ്പം അമ്മ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇത് ബാലവേലയ്ക്കെതിരാണെന്ന് പറഞ്ഞ് ഭീഷണി മുഴക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ കഴിക്കുന്ന പ്ലേറ്റ് കഴുകി വയ്ക്കാം, നിങ്ങൾ ചായ കുടിക്കുന്ന ചായപാത്രം കഴുകി വയ്ക്കാം, നിങ്ങൾ കിടക്കുന്ന ബെഡ് വൃത്തിയാക്കി വയ്ക്കാം, വീട്ടിൽ 2 ചെടിയുണ്ടെങ്കിൽ അതിന് വെള്ളം ഒഴിക്കാം. ഇതൊന്നും ബാലവേലയിൽ വരുന്നതല്ല. അതുപോലെ നാളെ സ്കൂളിൽ കൊണ്ടുപോകുന്നതിന് ബാഗ് റെഡിയാക്കി വയ്ക്കാം, ബാഗ് കൊണ്ടുപോകുന്നത് എടുത്ത് ബാഗൊക്കെ റെഡിയാക്കി വയ്ക്കാം. ഇതൊന്നും ബാലവേലയിൽ വരുന്നതാണെന്ന് വിചാരിച്ച പാരൻസുമായിട്ട് യുദ്ധത്തിന് നിൽക്കേണ്ട. നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് ബാലവേല വിരുദ്ധ ദിനത്തിൽ പറയാനുള്ളത്. എല്ലാവർക്കും കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് പറയുന്നു. ഓരോ പൗരനും നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നമുക്ക് ഒഴുക്കിനൊത്ത് നീന്തി പോകാനല്ല നമുക്ക് നമ്മുടെ കടമ. പല സമയത്തും ഒഴുക്കിനെതിരെ നീന്താനുള്ളതുമാണ് നമ്മുടെ കടമ. അപ്പോൾ അറിയിക്കേണ്ട സ്ഥലങ്ങളിൽ കാര്യങ്ങൾ അറിയിക്കുക, നിരീക്ഷിക്കുക, ഉപദേശിക്കുക. ഇങ്ങനെ നമുക്ക് നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്ക് മുതൽ പങ്കുപറ്റാൻ ദൈവം നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് ബാലവേലയെപ്പറ്റി, ലോക ബാലവേല വിരുദ്ധ ദിനത്തെപ്പറ്റി പറയാനുള്ളത്. അപ്പോൾ അടുത്ത വേറെ ഒരു ആശയവുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.